നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നവ്യാനുഭവങ്ങളുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നു ജീസസ് കിഡ്സ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശാന്തസുന്ദരമായ പച്ചപ്പിലേക്ക് ഒരു ഉല്ലാസയാത്ര. അവിടെയുണ്ട് നമ്മുടെ കുസൃതി കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. ഇങ്ങനെ പുസ്തകം കുറെ വായിച്ചത് കൊണ്ടൊന്നും ജോലി കിട്ടണമെന്നില്ല കേട്ടോ. അതെ പപ്പീസേ, ജോലി കിട്ടാൻ വേണ്ടി ഒന്നുമല്ല വായിക്കുന്നത്, എന്തേലും വിവരം കിട്ടാൻ വേണ്ടിയാ. വിവരം വെക്കണമെങ്കിലേ തലയിൽ എന്തെങ്കിലും വേണം. നോക്കിക്കോ, ഞാൻ നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങും. പഠിക്കുന്നതൊക്കെ കൊള്ളാം, ജോലി കിട്ടുന്ന കരുതി വേണ്ടല്ലേ? എന്തെങ്കിലും ജോലി കണ്ടെത്തണം, അല്ലാതെ അത് നേരെ. എത്ര കാലം വീട്ടുകാരെ ആശ്രയിച്ച് കഴിയേ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. വീട്ടുകാരെ ആശ്രയിച്ച് കഴിയാനേ പ്രത്യേകിച്ച് പഠിപ്പൊന്നും വേണ്ടല്ലേ. എന്നാലേ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞോ, ഞാൻ പോവാ, ഞാനില്ല നിങ്ങളുടെ പഠിപ്പിസ്റ്റ് പോട്ടെന്ന്. അവളാരെ വലിയ പഠിപ്പുകാരിയോ? അത്രയ്ക്ക് വേണ്ടായിരുന്നു പപ്പീസ്. പിന്നെ ഞാൻ ഇനിയും പറയും. അതൊക്കെ എനിക്കും അറിയാം. സമയമാകുമ്പോ എന്തെങ്കിലും ജോലി എവിടുന്നെങ്കിലും സംഘടിപ്പിക്കും, നോക്കിക്കോ. പപ്പീസിനെ ഇന്ന് കണ്ടില്ലല്ലോ. വല്ല ജോലിക്ക് എങ്ങനെ പോയി കാണുന്നേ? ജോലിക്ക് നീ എന്തിനെങ്കിലും ചിരിക്കണത്? ആരെ പറ്റിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ് പപ്പീസ്. ഞാൻ നിങ്ങളെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ? എന്താ കാര്യം? ഈ പേപ്പറിൽ ഒരു ചെറിയ ജോലി സാധ്യത. എവിടെ? പങ്കിലങ്കാട്ടിലെ ഒരു ഫാക്ടറിയിലേക്ക് ആളെ എടുക്കുന്നുവെന്ന്. കണ്ടോ കണ്ടോ, നോട്ടെ. ഒരുപാട് ഒഴിവുണ്ടോ? പിന്നെ ഒരുപാട് ഒഴിവുണ്ടെന്നേ. എങ്കിലേ നമുക്ക് അപേക്ഷിച്ചാലോ? അതിനു വേണ്ടിയല്ലേ ഞാൻ നിങ്ങളെ നോക്കി വന്നത്. എനിക്ക് സമയം കളയണ്ട, ഇന്ന് തന്നെ അപേക്ഷിക്കണം. ആയിക്കോട്ടെ, അത് തിരക്കടിക്കണ്ട, കുറച്ചു ദിവസം കൂടി ഉണ്ട്. അത് മതി, പക്ഷെ അധികാരം അറിയണ്ട കേട്ടോ. ഐഡിയ അത് നേരാ. എന്തായാലും ഈ ഒരു ജോലി റെഡി ആയാൽ മതിയായിരുന്നു. നമുക്ക് ശ്രമിക്കാന്ന്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ജോലി കിട്ടിയിട്ട് വേണം കുറച്ച് ലീവ് എടുത്ത് സ്വസ്ഥമായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. ഉടനെ തന്നെ ആദ്യം ചന്ദനലേപസുഗന്ധം പൂശിയതാരോ ആരോ. മോട്ടു നേരത്തെ കുളി കഴിഞ്ഞ് എങ്ങോട്ടാ? എന്റെ മോട്ടു ഒന്ന് കുളിക്കാനും സമ്മതിക്കില്ല ഇപ്പോ. അതല്ല, ഇത്രയും നേരത്തെ കുളിച്ചത് കൊണ്ട് ചോദിച്ചതാ. എനിക്ക് ഒരു വഴി വരെ പോകാനുണ്ട്. ഏത് വഴിയാണാവോ? അതേ മോട്ടു, അല്പം ധൃതിയുണ്ട്, കഥയൊക്കെ പിന്നെ. ആയിക്കോട്ടെ, ഞാനൊന്നും പറയാനില്ലേ. മറുപടി ഞാൻ പറഞ്ഞേനെ. ഇപ്പൊ സമയമില്ല, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. തന്നെ ആക്കിയതാണല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ പറ്റിക്കാനുള്ള പോക്കാണെന്ന് ആർക്കറിയാം. അല്ലെങ്കിലും എന്തെങ്കിലും നല്ല കാര്യത്തിനാണെങ്കിലല്ലേ വല്ലവരോടും പറയൂ. അവരായി അവരുടെ പാടായി, അല്ല പിന്നെ.
വണ്ടി പോകാനുള്ള സമയമായി. പപ്പീസിനെ കണ്ടില്ലല്ലോ. വരുമെന്നേ. എല്ലാ കാര്യങ്ങളും ചെയ്തത് പപ്പീസാ. ഇനിയിപ്പോ വരില്ലേ? വരാണ്ടിരിക്കില്ല. ഞാൻ അല്പം വൈകി, സോറി. അയ്യോ, ഈ ജോലി വാങ്ങിയെടുക്കുക എന്നത് നമ്മുടെ ആഗ്രഹമല്ലേ? അത് സാധിച്ചെടുക്കണ്ടേ? ആ എങ്കിലേ സമയം കളയണ്ട. ആ മോട്ടുവിനെ കണ്ടത് കാരണം സമയം പോയത്. വാ നമുക്ക് പോകാം. ആരെ കാണുന്നില്ലല്ലോ. ഓ എൻ്റെ ഈശ്വര, ഞാനിനി ആരോടാ ഈ വഴി ചോദിക്കുക? ചോദിച്ചു മടുത്തു. ഏത് നേരത്താണാവോ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്? അതേ, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ഇത് ഈ അഡ്രസ്സിൽ കാണുന്ന ഈ കോരു എന്ന് പറയുന്ന ആള് താമസിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ? അയ്യോ, കിട്ടുന്നില്ലല്ലോ ചേട്ടാ. കിട്ടുന്നില്ലേ? മടുത്തു. എത്ര നേരായി ഞാൻ തരയിട്. ചേട്ടൻ മറ്റാരോടെങ്കിലും ചോദിക്കേ, ഞാൻ പോട്ടെട്ടോ. തിരിച്ചു പോയാലാ? ഇത്രയും ദൂരം വന്നിട്ട് കാണാതെ പോവാന്ന് പറഞ്ഞാലും മുതലാവില്ലല്ലോ. വന്ന കാര്യം നടത്താനും പറ്റില്ല. ഇവരോടും കൂടി ഒന്ന് ചോദിക്കാം. മക്കളെ ഒന്ന് സഹായിക്കാവോ? എന്താ പ്രശ്നം? ഈ അഡ്രസ്സിലുള്ള ആളെ അറിയാമോന്നൊന്ന് നോക്ക്. നിങ്ങൾക്കറിയോ ഈ അഡ്രസ്? രക്ഷപ്പെട്ടു. ഞാൻ എത്ര നേരമായെന്നു അന്വേഷിക്കുന്നു. എവിടെയാണ് ഈ കോരുടെ താമസം? അതൊക്കെ പറയാം, പക്ഷേ പണം വേണം. വീട് കാണിച്ചാൽ പണം വേണം. പണോ? അതെ, വീട് കാണിച്ചാൽ ഞങ്ങൾക്ക് പ്രതിഫലം വേണം. അങ്ങനെ പണം തന്ന് എനിക്ക് വീട് കാണണ്ട. വീട് കാണണമെങ്കിൽ വേണ്ട. എന്താ പപ്പിച്ചത്? വീടറിയെങ്കിൽ പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ വാ, നമുക്ക് പോവാൻ സമയമായി. അമ്പട ബിരുദന്മാരെ, വീട് കാണിച്ചാരാനും കാശ്. എന്തൊരു നാടായത്! ഓ, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടേക്കുന്നത്. മക്കളെ അവിടെ നിക്ക്. മക്കളെ നിക്ക്. ഞാൻ വരുന്നു. മക്കളെ ഞാൻ നിക്ക്. കാശര പറയുന്നത്. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. ഈ കോരുവിന്റെ വീട് തപ്പി നടക്കാൻ തുടങ്ങി കുറെ നേരം. വഴിക്ക് വന്നു. ഒന്ന് പറഞ്ഞതാ. ആദ്യം പണം, പിന്നെ അഡ്രസ്. ശരി, ശരി. അതാ ഈ കവർ ഒന്ന് പിടിക്കുക. പാടം എടുക്കട്ടെ. എന്റെ അമ്മ, ഇത്രയും വേണ്ട. ശരി. നമുക്ക് ഇന്റർവ്യൂവിന് പോയി വരാൻ പണം വേണ്ടേ? പണമാണ് ഇത്. അത് ഞാൻ ഓർത്തില്ല. അതല്ല പറഞ്ഞ വീട് മനസ്സിലായോ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോയി ഈ കവർ പോസ്റ്റ് ചെയ്യാൻ നോക്ക്. ഓക്കേ, ഇത് പിടിച്ചോ. എന്റെ മറക്കണ്ട. ചേട്ടാ വാ, വീട് ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വാ. വലിയ ഉപകാരം, വലിയ ഉപകാരം. എന്റെ കൂടെ വരാൻ തോന്നിയില്ല. നന്നായി. വഴി പറഞ്ഞത് ഇന്റർവ്യൂവിന് പോകാനുള്ള ഭാഗ്യം വരുന്ന ഓരോ വഴികളെ. ജോലിക്ക് പോവാൻ ഇന്റർവ്യൂവിനുള്ള കാശായി. ഭാഗ്യം, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നല്ലോ. എത്ര കാത്തിരുന്ന് കിട്ടിയ ജോലിയാണെന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, നാളെ നമുക്ക് പോകേണ്ടത്. അതെ, നമുക്ക് അല്പം നേരത്തെ പോകണം. പരിചയമില്ലാത്ത സ്ഥലമല്ലേ? പറഞ്ഞ ശരിയാണ് കേട്ടോ. അഡ്രസ് ഉണ്ടല്ലോ, നമുക്ക് ചോദിച്ചു പോകാം. അതല്ല പപ്പീസേ, കഴിഞ്ഞ ദിവസം ആ ചേട്ടന് കോരുവിന്റെ വീട് കാണിച്ചു കൊടുത്തോ? എവിടെ കാണിക്കാൻ? പിന്നെ ഞാൻ ദൂരെ നിന്ന് നമ്മുടെ വമ്പൻ സാറിന്റെ വീട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അമ്മേ, ഈ പപ്പീസ് അയ്യടാ, ഇത് എനിക്ക് മാത്രം വേണ്ടിയല്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകാനുള്ള പണം റെഡിയായില്ലേ?
പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളവാകുമെന്ന്. നല്ല ഇത് നല്ല വളയി. എന്റെ അമ്മേ. എന്തമ്മോ ഇതൊരു അട്ടി നടക്കാൻ എന്നെ കൊണ്ട് വയ്യട്ടാ. എത്ര നേരായി നേരാ വയ്യാതെയായി. ഇനി ആ ഫാക്ടറി എവിടാണെന്ന് വെച്ചാ ചോദിച്ചോർക്കാർക്കും അറിയൂല. ആ ഇനിയിപ്പോ ആ ഫാക്ടറി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഒരു പ്രയോജനവുമില്ല. അയ്യോ അതെന്താ കപിലേ? ഇന്റർവ്യൂവിന് എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? ഇത് തന്നെ വേണം. ഗംഭീരേ, ഇന്നല്ലാതെ നമ്മുടെ കാട്ടി വന്നൊരു ചേട്ടനെ പപ്പീസ് വഴി തിരിച്ചു വിട്ടത് ഓർക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് കൊടുത്താ കോവളത്തും കിട്ടും. അതും ഒരു പഴഞ്ചൊല്ല. കോവളത്തല്ല, കൊല്ലത്താ. എവിടെയെങ്കിലും ആവട്ടെ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ആർക്കറിയാം. എന്റെ ദൈവമേ, എത്ര ആശിച്ചു കിട്ടിയ ജോലിയാ, എല്ലാം പോയില്ലേ? ഓർക്കുമ്പോ സങ്കടം വരുന്നു. എന്തായാലും ഇനി നമുക്ക് തിരിച്ചു പോകാനേ സാധിക്കൂ. തിരിച്ചു പോകാനുള്ള വണ്ടി അറിയോ? ഇവിടെ ചേട്ടൻ പപ്പീസും പണം പറ്റിച്ച ചേട്ടൻ, ഇവിടെ വഴി പറഞ്ഞ പറ്റിച്ച ചേട്ടനത്. നമുക്ക് ആ ചേട്ടനോട് ഫാക്ടറിയിലേക്ക് വഴി പറഞ്ഞുതരും. നരകത്തിലേക്കുള്ള വഴിയായിരിക്കും പറഞ്ഞുതരാ. എങ്ങനെ ഞാൻ ആ ചേട്ടന്റെ മുഖത്ത് നോക്കും? മുഖത്ത് നോക്കല്ല, എവിടെയോ നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങളിവിടെ പുതിയതാ. പുതിയതായിരിക്കാം, പക്ഷെ പിടികിട്ടി കാണിക്കൽ കൂലി, കാണിക്കൽ കൂലി. എന്താ ഇവിടെ? എന്താന്ന് ആരും പറ്റിക്കാനായിട്ടാ നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്? കാര്യം പറയും വേഗം. ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. എന്നിട്ട് ഞങ്ങള് രാവിലെ മുതൽ സ്ഥലം നോക്കി നടക്കുകയാ. ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ല. ഓ അപ്പൊ നിങ്ങൾക്കും പണി കിട്ടിയല്ലേ? ഇപ്പൊ മനസ്സിലായോ എല്ലാ തെറ്റിനും ശിക്ഷ കിട്ടുമെന്ന്? ചേട്ടാ, തെറ്റ് പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കും ചേട്ടാ. അതെ ചേട്ടാ, ചേട്ടൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ചേട്ടൻ ഈ ഫാക്ടറിയും ഓഫീസും ഒക്കെ അറിയാമെങ്കിലേ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. പ്ലീസ് ചേട്ടാ, ഞങ്ങളുടെ ജീവിതാഭ്യാസം ചേട്ടാ. അതെ, ഞാനും ഇതുപോലെയൊക്കെ നിങ്ങളോട് പറഞ്ഞതല്ലേ. നിങ്ങൾ എന്നോട് എന്താ ചെയ്തത്? പക്ഷേ ഞാൻ നിങ്ങളെ ചതിക്കില്ല. നിങ്ങൾക്കറിയാമോ, ഈ ഫാക്ടറിയുടെ MD ആണ് ഞാൻ. നിങ്ങളുടെ നാട്ടിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിന് വേണ്ടി ഒരുവനെ കാണാനാ ഞാൻ വന്നത്. പക്ഷേ നിങ്ങൾ എന്നെ ഭംഗിയായി പറ്റിച്ചു. സാറേ, സാറേ, ഞങ്ങളെ രക്ഷിക്കണം സാറേ, ഞങ്ങൾക്ക് ഈ ജോലി തരണം സാറേ. ക്ഷമിക്കാനോ? ഞാനോ? നിങ്ങളോടോ? ഇനി ഒരിക്കലും ഞങ്ങൾ ആരെയും വഞ്ചിക്കില്ല സാർ. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാം. വിശ്വസിക്കാം സാർ, തീർച്ചയായിട്ടും വിശ്വസിക്കാം. ശരി, ഞാൻ വിശ്വസിക്കുന്നു. ഇനി മേലിൽ നിങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇല്ല സാർ, ഇല്ല. ഇനി ഞങ്ങൾ നല്ലവരായി ജീവിക്കും. അത് ജീവിതത്തിൽ എന്നും നന്മ മാത്രം ചെയ്യുക, നന്മ മാത്രം ഉച്ചരിക്കുക, നല്ല പാതയിൽ സഞ്ചരിക്കുക. നിങ്ങൾക്ക് ഈശ്വരന്റെ കൈത്താങ് അപ്പോഴുണ്ടാകും. മനസ്സിലായി MD സാർ, ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിൽ നിങ്ങളെ ഞാൻ എന്റെ ഫാക്ടറിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. കാനനയാത്രയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് വചനമാരിയുടെ ലോകത്തിലേക്ക്. ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. ആണോ? സന്തോഷമാണോ നിനക്കെന്ന്? അതെ അങ്കിൾ. എന്താ സന്തോഷിക്കാൻ കാരണം? അങ്കിൾ, ഞാൻ ഇന്നൊരു കഥ കേട്ടു. ഓ ടിങ്കു, ഇന്ന് നല്ലൊരു കഥ കേട്ടതുകൊണ്ടാണ് വളരെ സന്തോഷമാണെന്ന് പറയാൻ കാരണം. ഓക്കെ, ആരുടെ കഥയാണ് കേട്ടത്? ഏലീശ രാജാവിന്റെ. ഓ, ഏലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കഥയാണ് കേട്ടത്. ഓക്കെ, ഏലീശ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു.
പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിങ്കുന് അറിയാമോ? അറിയാം. എന്താ? ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന ആള്. ഓ, അത് ശരി. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദൈവം ചില കഴിവുകളൊക്കെ നൽകിയിട്ടുണ്ട്, ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ അത്ഭുതങ്ങളിലൂടെയെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി. ഓക്കെ, എലീശയുടെ ഏത് കഥയാണെന്ന് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഓ, നയമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയതാണ് പഠിച്ചത്. ഓക്കെ, ഈ നയമാൻ ആരായിരുന്നു? നല്ലൊരു ഭടനായിരുന്നു. ആ, ഭടന്മാരുടെ മേധാവിയായ വ്യക്തിയാണ് നയമാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഏലീശയെ കാണാൻ വേണ്ടി വന്നിരിക്കുക അല്ലേ? ഈ ഏലീശയുടെ അടുക്കലേക്ക് നയമാനെ പറഞ്ഞു വിട്ടത് ആരാന്നറിയാമോ? ഒരു പെൺകുട്ടിയാണ്. ഇസ്രയേലിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വളരെ ചെറുപ്പത്തിൽ അടിമയായി തീരേണ്ടി വന്ന പെൺകുട്ടിയാണ്. മാതാപിതാക്കളെ വിട്ടുജീവിക്കേണ്ടി വന്ന പെൺകുട്ടിയാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഈ നയമാൻ എന്ന ഉദ്യോഗസ്ഥൻ കേട്ടു. എന്താ കാരണം എന്നറിയാമോ ടെങ്കുവിന്? എന്താ കാരണം? ആ പെൺകുട്ടി ആ വീട്ടിൽ സാക്ഷ്യത്തോടെ ജീവിച്ചു എന്നുള്ളതാണ്. നല്ല സാക്ഷ്യ ജീവിതം ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. എനിക്കതറിയത്തില്ലായിരുന്നു. ആ പെൺകുട്ടിയെ പോലെ നമ്മളും നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. എവിടേക്കാണ് സാക്ഷ്യമുള്ള ജീവിതം നയിക്കേണ്ടത്? സ്കൂളില്. സ്കൂളില്, പിന്നെ വീട്ടില്. വീട്ടിൽ, നമ്മുടെ വീട്ടില്, പിന്നെ ചർച്ചില്. നമ്മുടെ ചർച്ചില്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ തനിയായിരിക്കുമ്പോൾ പിന്നെ എവിടെയാണ് നമ്മൾ സാക്ഷിയുള്ള ജീവിതം നയിക്കേണ്ടത്? കൂട്ടുകാരുടെ മധ്യത്തിൽ. അപ്പോൾ എവിടെയായിരുന്നാലും നാം ദൈവത്തിൻ്റെ മക്കളാണ്. സാക്ഷ്യത്തോടെ നാം നിലനിൽക്കണം. ഈ പെൺകുട്ടി സാക്ഷ്യത്തോടെ ആ വീട്ടിൽ അടിമവേല ചെയ്തു. അവളുടെ വാക്കുകൾ നയമാൻ കേട്ടു. എലീശയെ അന്വേഷിച്ചു വന്നിരിക്കുക. എന്നിട്ട് എന്താ ഉണ്ടായത്? യോർദാൻ നദിയിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങണമെന്ന്. യോർദാൻ എന്ന് പറഞ്ഞാൽ കലങ്ങി മറഞ്ഞ് ഒഴുകുന്ന പുഴയാണ്. ഈ വന്നിരിക്കുന്ന സ്ഥലത്ത് നല്ല പുഴകളുണ്ട്. അവിടെ പോയി 7 പ്രാവശ്യം മുങ്ങിയാൽ മതിയോ? പിന്നെ എവിടെ മുങ്ങണം? എലീശയുടെ വാക്കുകൾ നയമാൻ കേട്ടു. യോർദാനിൽ ഇറങ്ങി താൻ പലവട്ടം മുങ്ങി. എന്നാൽ എലീശ പറഞ്ഞതുപോലെ 7-ാം പ്രാവശ്യം മുങ്ങിപ്പോയപ്പോൾ, 7-ാം പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ തനിക്കുണ്ടായിരുന്ന രോഗം പൂർണ്ണമായി മാറി. തൻ്റെ രോഗം എന്താണെന്നറിയോ? ആളുകളെല്ലാം വെറുക്കുന്ന കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗികളെ ആർക്കും ഇഷ്ടമല്ല. ഇത്രയും വലിയ ഉദ്യോഗസ്ഥനാണ്, പക്ഷേ ഈ കുഷ്ഠരോഗത്തിൻ്റെ അടിമയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും ആളുകൾ വെറുക്കുന്ന ചില സ്വഭാവമുണ്ട്. അതിൻ്റെ പേര് പാപമെന്നാണ് പറയുന്നത്. അതിനെ മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ലോകത്തിലെ മറ്റൊന്നിനും സാധിക്കുകയില്ല. യേശു കർത്താവിന് നമ്മുടെ പാപങ്ങളെ പോക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശു കർത്താവിനെ നമ്മൾ അനുസരിക്കണം. ഈ നയമാൻ എലീശ പറഞ്ഞതുപോലെ അനുസരിച്ചപ്പോൾ തൻ്റെ രോഗം പൂർണ്ണമായി മാറി. അതുപോലെ യേശുവിനെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പാപത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നേടുവാനായിട്ട് സാധിക്കും. നയമാനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കണം. മാത്രവുമല്ല, ആ പെൺകുട്ടിയെ പോലെ വിശ്വസ്തയോടെ എന്ത് ചെയ്യണം? ജീവിക്കണം. നല്ല സാക്ഷ്യം എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? നാം കള്ളം പറയുന്നവരാണെങ്കിൽ, മോഷ്ടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാക്കുകൾ ആരെങ്കിലുമൊക്കെ കേൾക്കുമോ? നാം എവിടെയായിരുന്നാലും ഒരു ദൈവത്തിൻ്റെ പൈതലാണ് എന്നുള്ള ചിന്തയോടെ സാക്ഷ്യത്തോടെ ജീവിക്കണം. ഇനി അങ്ങനെ ചെയ്യുമോ? ഓക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ടാറ്റാ. ഇന്നത്തെ അനുഭവങ്ങൾ നിങ്ങളിൽ എങ്ങനെയെന്നറിയാൻ ആഗ്രഹം. എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച പുതു സല്ലാപ കാഴ്ചകളുമായി വരുന്നത് വരെ ബൈ.